സോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. ആൻഡ് അക്കോർഡിംഗ് ടു യുവർ സിലബസ് സെക്കൻഡ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് എയർ പൊല്യൂഷൻ. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ജനറലി സ്പീക്കിംഗ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ആ തുടക്കത്തിലെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പൊല്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ പഠിച്ചപ്പം ജസ്റ്റ് എയർ പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചിരുന്നു. പക്ഷേ ടു ബി മോർ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എയർ പൊല്യൂഷനെ കുറിച്ചൊരു ലെസൺ മാത്രം പഠിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ അല്ലാതെ കുറച്ചുകൂടെ നല്ലൊരു ഡെഫിനിഷൻ പഠിക്കണം. സോ വാട്ട് ഈസ് ആക്ച്വലി എയർ പൊല്യൂഷൻ സെയിം തന്നെയാണ്, കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം, എക്സ്പ്ലനേഷൻ ഉണ്ട് എന്ന് മാത്രം. Air pollution is defined as the presence of unwanted and undesirable foreign particles and gases in the air which have adverse effects on human beings, animals, plants, vegetations and important structures. So what is air pollution? It is defined as the presence of unwanted and undesirable foreign particles and gases in the air which have adverse effects on which have adverse effects on human beings, animals, plants, vegetations and important structures. Okay. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അൺവാണ്ടഡോ അല്ലെങ്കിൽ അൺഡിസൈറബിളോ ആയിട്ടുള്ള ഫോറിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസോ ഗ്യാസസോ എയറിൽ നിൽക്കുക. അങ്ങനെ എയറിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കിൾസ് നിന്നുകൊണ്ട് മാത്രം അത് പൊല്യൂട്ടഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. These particles will adversely affects on അല്ലെങ്കിൽ അതിന് അഡ്വേഴ്സ്ലി ഇഫക്റ്റ് ചെയ്യുന്നതായിരിക്കണം ഹ്യൂമൻ ബീങ്സിനെയോ പ്ലാന്റ്സിനെയോ ആനിമൽസിനെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേറെ ഏതെങ്കിലും സ്ട്രക്ചേഴ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഈ ഏതെങ്കിലും അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ഫോറിൻ മെറ്റീരിയൽസ് എയറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് എയർ പൊല്യൂഷൻ. അവിടുത്തെ ഒരു സ്ഥലത്തെ എയർ പൊല്യൂട്ടഡ് ആയി എന്ന് പറയുക എപ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫോറിൻ മെറ്റീരിയൽസോ ഗ്യാസസോ പ്രസൻ്റ് ആയിട്ട് അവർ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുക ഹ്യൂമൻ ബീങ്സിനെയും ആനിമൽസിനെയും ഒക്കെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആ കണ്ടീഷനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുക. സോ നൗ വാട്ട് ഈസ് എ പൊല്യൂട്ടൻറ്റ്? Any substance present in the environment in harmful concentration which adversely alters the environment by damaging the growth rate of a species and by interfering with the food chains is toxic and affects the health, comfort and property etc. is considered as a pollutant. അതായത് ഇപ്പം എൻവയൺമെൻറ്റിൽ പല ടൈപ്പ് അൺവാണ്ടഡ് അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ട്. അവരൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് പൊല്യൂട്ടഡ് ആണെന്ന് പറയാനും പറ്റില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് ഒരു സാധാരണ അവർ നിൽക്കേണ്ട കോൺസെൻട്രേഷനിലല്ലാതെ ഒരു ഹാംഫുൾ കോൺസെൻട്രേഷൻ, അതായത് പരിധിയിലധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് എൻവയൺമെൻറ്റിൽ ഇങ്ങനത്തെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് പല രീതിയിൽ ബാധിക്കും. എന്തൊക്കെയാ ബാധിക്കുന്നത്? എങ്ങനത്തെ രീതിയിലൊക്കെയാ? ഒന്ന്, സ്പീഷീസ്, അതായത് ഇവിടെ ജീവിക്കുന്ന സ്പീഷീസിൻ്റെ ഗ്രോത്ത് റേറ്റിനെ ഡാമേജ് ചെയ്യിക്കും. എങ്ങനെയൊക്കെ? അവരുടെ ഫുഡ് ചെയിനിനെ ടോക്സിക് ആക്കും. നമുക്കൊരു ഫുഡ് ചെയിൻ ഉണ്ടല്ലോ, ആ ഫുഡ് ചെയിനിൽ എവിടെയെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിഷാംശം കലർത്തുന്ന രീതിയിൽ നമ്മുടെ ഇവിടുത്തെ സ്പീഷീസിൻ്റെ ഗ്രോത്ത് റേറ്റിനെ ബാധിക്കും. അല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കും, കംഫർട്ടിനെ ബാധിക്കും, പ്രോപ്പർട്ടീസിനെ ബാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഹാംഫുൾ കോൺസെൻട്രേഷനിൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടായിട്ട് അത് നമ്മുടെ ഹ്യൂമൻ സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഭൂമിയിൽ ജീവിക്കുന്ന സ്പീഷീസിൻ്റെ ഗ്രോത്തിനെ തന്നെ ഡാമേജ് ചെയ്യിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ ബാധിക്കുന്നുണ്ടോ ഏതെങ്കിലും സബ്സ്റ്റൻസ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയുക.
So while considering air pollution, for air pollution there are mainly two different types of pollutants, and they are primary and secondary pollutants. Okay, so you can see here the classification of air pollutants. Classification of air pollutants-ൽ നമുക്ക് എങ്ങനെയാണ് ഈ എയറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. So, air pollutants are classified based on three conditions. First one is based on origin, second one is based on states of matter, third one is based on presence in environment. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് എയർ പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒറിജിൻ്റെ ബേസിസിൽ, രണ്ട് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസസ് മാറ്ററിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച്, മൂന്ന് എങ്ങനെയൊക്കെയാണ് അത് എൻവയൺമെൻറ്റിൽ പ്രസൻറ്റ് ആയിരിക്കുന്നത് എന്നതിനനുസരിച്ചും. So here in our syllabus we are concentrating on the primary air pollutants and secondary air pollutants which comes under based on origin. So air pollution നമ്മൾ ഒറിജിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ്. മറ്റതും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബേസ്ഡ് ഓൺ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണെങ്കിൽ നമുക്കറിയാലോ, ഗേഷ്യസ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസും ഉണ്ട്, പർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസും ഉണ്ട്. നമ്മൾ വാട്ടർ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസിനെ കണ്ടിട്ടില്ല. ഇനി ബേസ്ഡ് ഓൺ പ്രസൻസ് ഇൻ എൻവയൺമെൻറ്റ് ആണെങ്കിൽ ഇൻഡോർ എയർ പൊല്യൂട്ടൻസും ഉണ്ട്, അതായത് ഉള്ളിൽ, പിന്നെ ഔട്ട്ഡോർ എയർ പൊല്യൂട്ടൻസും ഉണ്ട്. സോ വി ആർ നൗ സ്റ്റഡിയിങ് അബൌട്ട് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ്. സോ അക്കോർഡിംഗ് ടു ദ ഒറിജിൻ അനുസരിച്ച് നമ്മുടെ പൊല്യൂട്ടൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. First, let's see what is a primary pollutant. Okay, primary pollutants are those which are directly emitted from identifiable source. These pollutants are emitted directly to the atmosphere. So primary pollutants are those which are directly, അതായത് നമ്മളിപ്പം ഒരു സോഴ്സ് പറയുകയാണ്, ഒരു ഇൻഡസ്ട്രി, ഒരു ഫാക്ടറി, ഈ ഫാക്ടറിയിൽ ആണ് നമ്മുടെ സോഴ്സ്, അതായത് ഈ പൊല്യൂഷൻ വരുന്നു നമ്മൾ കണ്ടുപിടിച്ച സോഴ്സ് ഈ പറയുന്ന ഇൻഡസ്ട്രിയാണ്. സോ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ്ലി കൊടുക്കുകയാണ് പുറത്തേക്ക് എയർ പൊല്യൂട്ടൻസിനെ. അങ്ങനത്തെ ഉള്ള പൊല്യൂട്ടൻസിനെയാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുക. നമ്മളുടെ സോഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് തള്ളപ്പെടുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുക. ആൻഡ് ദ എക്സാമ്പിൾസ് ആർ, so these pollutants are directly emitted to the atmosphere. So the examples are particulate matter, oxides of sulfur, oxides of nitrogen, carbon monoxide, radioactive compounds. ഇതൊക്കെയാണ് പ്രൈമറി പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ. കാരണം ഇവരെയൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി സോഴ്സിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യാണ് ചെയ്യുക. And whereas in the case of secondary air pollutants, they are those which are produced in the air by the reaction of two or more primary pollutants. അതായത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഈ അഞ്ചെണ്ണം, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സൈഡ്സ് ഓഫ് മോണോക്സൈഡ്, സൾഫർ, പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന പുതിയ പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുക. അതായത് പ്രൈമറി പൊല്യൂട്ടൻസ് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന പുതിയ എയർ പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയാം. ഇതിന് എക്സാമ്പിൾ ഓസോൺ, ഫോർമാൽഡിഹൈഡ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ്, പെറോക്സി എസറ്റൈൽ നൈട്രേറ്റ് അല്ലെങ്കിൽ പാൻ, ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഈ പറയുന്ന പൊല്യൂട്ടൻസ്, അതായത് പ്രൈമറി പൊല്യൂട്ടൻസിനകത്ത് നമുക്ക് മൂന്നെണ്ണമാണ് സ്പെസിഫൈ ചെയ്തിട്ട് പഠിക്കണം എന്നുള്ളത് സിലബസിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തത് സൾഫർ ഡയോക്സൈഡ് ആണ്.
So it is one of the several forms in which sulfur exists in air. സൾഫർ പല രീതിയിൽ, അതായത് സൾഫർ പല ടൈപ്പ് ഓക്സൈഡ്സ് ആയിട്ടോ നൈട്രൈറ്റ്സ് ആയിട്ടോ ഒക്കെ സൾഫർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സൾഫർ പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഒരു ടൈപ്പാണ് സൾഫർ ഡയോക്സൈഡ്. നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ എയറിൽ സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്ന വൺ ഫോം ആണ് സൾഫർ ഡയോക്സൈഡ്. അതല്ലാതെ സൾഫർ ഉള്ളത് H2S ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ടും സൾഫ്യൂരിക് ആസിഡ് ആയിട്ടും സൾഫേറ്റ് സാൾട്ട്സ് ഒക്കെ ആയിട്ടുമാണ് അതർ ഫോംസിൽ സൾഫർ ഡയോക്സൈഡ് ഉള്ളത്. സോ സൾഫർ ഡയോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? It results from the combustion of sulfur containing fossil fuel and when coal and fuel oil are burnt. സൾഫർ ഡയോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബൈ ദ കമ്പഷൻ ഓഫ് സൾഫർ കണ്ടെയ്നിങ് ഫോസിൽ ഫ്യൂൽ. സൾഫർ ഉള്ള ഫോസിൽ ഫ്യൂല് കത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്പഷൻ ചെയ്യുമ്പോഴോ ഓക്സിജനുമായിട്ട് കത്തിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കോളും ഫ്യൂൽ ഓയിലും കൂടെ ബേൺ ചെയ്യുമ്പോഴുമാണ് സൾഫർ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുന്നത്. ഡൊമസ്റ്റിക് ഫയേഴ്സ് കൻ ഓൾസോ പ്രൊഡ്യൂസ് എമിഷൻസ് കണ്ടെയ്നിങ് സൾഫർ ഡയോക്സൈഡ്. നമ്മുടെ വീട്ടിലൊക്കെ കത്തിക്കുന്ന വിറകൊക്കെ കത്തിച്ചിട്ടുള്ള ഡൊമസ്റ്റിക് ഫയേഴ്സ് വഴിയും ചില സമയത്ത് സൾഫർ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യാറുണ്ട്. ഇനി ആസിഡ് എയറോസോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സൾഫർ ആസിഡ് or H2SO4 is a strong acid that is formed from the reaction of sulfur trioxide gas with water. ഇതും ഈ സൾഫർ ഡയോക്സൈഡിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനം. ഈ സൾഫർ ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡും സ്ട്രോങ് ആസിഡ് ആണല്ലോ. ഈ സൾഫ്യൂരിക് ആസിഡ് സൾഫർ ട്രയോക്സൈഡും വാട്ടറും വെച്ച് ഫോം ചെയ്യുമ്പം ഉണ്ടാവുന്ന ആ ഒരു സ്ട്രോങ് ആസിഡ് സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മൾ ആസിഡ് എയറോസോൾ എന്ന് പറയുന്നത്. ആസിഡ് എയറോസോൾ സൾഫ്യൂരിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ആസിഡ് ദാറ്റ് ഇസ് ഫോംഡ് ഫ്രം ദി റിയാക്ഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഗ്യാസ് വിത്ത് വാട്ടർ. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സോഴ്സസ് ഓഫ് SOx അല്ലെങ്കിൽ സൾഫർ ഡൈഓക്സൈഡ് എന്ന് പറയുന്നത്, സൾഫർ ഓക്സൈഡ് മെയിനായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോള് അല്ലെങ്കിൽ ഫ്യൂൽ ഓയിൽ തമ്മിൽ കത്തിക്കുമ്പോഴും ഒക്കെയാണ് ഈ സൾഫർ ഡയോക്സൈഡ് വരുന്നത്. സോ ദ മെയിൻ റിയാക്ഷൻ ഇസ് S+O2 ഗിവ്സ് SO2. ഇതല്ലാതെ വേറെ സോഴ്സസ് എന്ന് പറയുന്നത് മൊബൈൽ സോഴ്സസ് ഉണ്ട്, വോൾക്കാനോസിൽ നിന്ന് വരും, അതേപോലെ അതർ ഇൻഡസ്ട്രീസ് പേപ്പർ മിൽസ് പോലത്തെ ഇൻഡസ്ട്രീസ് നിന്ന് വരും. ഓക്കെ, ഈ സൾഫർ ഡയോക്സൈഡിൽ നിന്നും പിന്നെയും റിയാക്ഷൻ ഉണ്ടായിട്ട് SO3 പോലെയുള്ള സാധനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഇനി അപ്പോൾ സൾഫർ ഡയോക്സൈഡിൻ്റെ സോഴ്സസ് നമ്മൾ നേരത്തെ സ്ലൈഡിലും കുറച്ച് പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് ഇതാ ഇവിടെയാണുള്ളത് കേട്ടോ. ഈ ഒരു സ്ലൈഡിലാണ് നമ്മൾ പറഞ്ഞത് സോഴ്സസ്. മനസ്സിലായോ? സോഴ്സസ് നേരത്തെ പറഞ്ഞത് എവിടെ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കമ്പഷൻ വഴിയും ഫ്യൂവലിൻ്റെ കമ്പഷൻ വഴിയും പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ കോള് ഓയിൽ ആ റിയാക്ഷനും എഴുതാം. പിന്നെ വേറെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് എഴുതി. അതാണ് ഒന്നുകൂടെ പറയാം, ഈ ഒരു സ്ലൈഡാണ് സോഴ്സസ് പറയുന്നത്. നേരത്തെ മുന്നേ പറഞ്ഞത് മൊത്തമായിട്ടും വേണം, ഇത് സോഴ്സസ്. ഇനി എഫക്ട്സ്. സോ ദ ഹ്യൂമൻ ഹെൽത്തിനെയും പ്ലാന്റ്സിനെയും കൊറോഷൻ, ആസിഡ് റെയിൻ, ഇങ്ങനെ 4 രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ ഹെൽത്ത്. ഹ്യൂമൻ ഹെൽത്തിന് നമുക്ക് ലങ്ങിലും ത്രോട്ടിലും ഇറിറ്റേഷൻ ഉണ്ടാവും. വേഴ്സ് സിംറ്റംസ് ഓർ ദോസ് വിത്ത് ബ്രോങ്കൈറ്റിസ്, വീക്കനിങ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ബ്രോങ്കൈറ്റിസ് ഉള്ളവർക്ക് വളരെ മോശമാണത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വരെ ബാധിക്കും. സൾഫർ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇൻ കോമ്പിനേഷൻ വിത്ത് വേറെ എയറും കുറച്ചുകൂടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. അതായത് SOx വിത്ത് ആസിഡ് എയറോസോൾസ്. ആസിഡ് എയറോസോൾസ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ SOx എന്തോ ആയിക്കോട്ടെ, 2 or 3 ഒക്കെ ആയിക്കോട്ടെ, ഇത് എയറോസോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കഫും ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്രോണിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ പാർട്ടിക്കുലേറ്റ് മാറ്ററാണ് PM എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കിവിടെ കാണാം. സോ SOx വിത്ത്
PM has produced some of the worst air pollution disasters. അതും എഴുതുക. അതാണ് ഹ്യൂമൻ ഹെൽത്തിലെ എഫക്റ്റ്. ഇനി എഫക്റ്റ് ഓൺ പ്ലാന്റ്സ്. സൾഫർ ഡയോക്സൈഡ് ക്യാൻ എൻറ്റർ ലീഫ് stomata causing necrosis, morphological changes due to cell death. സെൽ ഡെത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുക, അതായത് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ സ്പോട്ട്സ് വരുന്നതിനാണ് നെക്രോസിസ് എന്ന് പറയുക. അതാണ് സൾഫർ ഡയോക്സൈഡ് കാരണം ഉള്ള പ്ലാന്റിലെ എഫക്റ്റ്. ക്ലോറോസിസ് എന്ന് പറഞ്ഞാലോ ബ്ലീച്ചിങ് ഓഫ് ലീവ്സ് പ്രൊഡ്യൂസിങ് എ യെല്ലോ ഓർ വൈറ്റ് ഡിസ്കളറേഷൻ. ഒരു വൈറ്റ് ഓഫ് യെല്ലോ ആയിട്ടുള്ള ഡിസ്കളറേഷനെയാണ് നമ്മൾ ബ്ലീച്ചിങ് എന്ന് പറയുക. സോ അതാണ് ഇഫക്റ്റ് ഓൺ പ്ലാന്റ്സ്. ഇനി കൊറോഷൻ. ആസിഡ് റെയിൻ അല്ലാതെ സൾഫർ കണ്ടെയ്നിങ് ഗ്യാസസിന് ഈ മെറ്റൽസിനൊക്കെ കൊറോഡ് ചെയ്യാനും പറ്റും. H2S എന്ന് പറയുന്നതാണ് ഏറ്റവും നൊട്ടോറിയസ്, ഹൈഡ്രജൻ സൾഫൈഡ്. നൊട്ടോറിയസ് ആണ് കൊറോഷനിൽ. പക്ഷേ സൾഫർ ഓക്സൈഡ്സ് ആൻഡ് മെർകാപ്റ്റൻസ് ക്യാൻ ഓൾസോ കൊറോഡ്. മെർകാപ്റ്റൻസ് എന്ന് പറയുന്നതും സൾഫർ ഡയോക്സൈഡിനും കൊറോഡ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. മെനി ടൈംസ് കോമൺ കൊറോഷൻ ഇസ് ആക്ച്വലി ഡ്യൂ ടു മൈക്രോബിയൽ ആക്ടിവിറ്റി ആക്ടിങ് ഓൺ ദി സൾഫർ. മെയിനായിട്ട് ഈ സൾഫർ ഡയോക്സൈഡ് കാരണം കൊറോഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൾഫറും മൈക്രോബിയൽ ആക്ടിവിറ്റിയും തമ്മിലുള്ള റിയാക്ഷൻ കാരണമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സൾഫർ ഓക്സൈഡ്സ് ആർ നോട്ട് ഓൺലി ദ കോൺട്രിബ്യൂട്ടർ ടു ആസിഡ് റെയിൻ ബട്ട് ദേ ആർ പ്രൈമറി കോഴ്സ്. അവർ അല്ല ആക്ച്വലി ഉണ്ടാക്കുന്നത്, പക്ഷെ അവരാണ് പ്രൈമറി കോഴ്സ്. HNU എന്ന് പറഞ്ഞാൽ UV, ഐ മീൻ സൺലൈറ്റ്. SO2-ഉം സൺലൈറ്റും ലൈറ്റും തമ്മിൽ ചേരുമ്പോൾ SO2 സ്റ്റാർ പോലെ ഉണ്ടാവും. SO2 സ്റ്റാർ പ്ലസ് O2 ആണ് SO3 പ്ലസ് O ഉണ്ടാവുന്നത്. SO3 പ്ലസ് H2O ആണ് H2SO4 ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ വരച്ചിരിക്കുന്നത് ആസിഡ് റെയിൻ്റെ. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് SO2 പോലെയുള്ളത് പുറത്തേക്ക് വിടുമ്പോൾ അതെന്ത് ചെയ്യും? അവിടുത്തെ ഗ്യാഷ്യസ് പൊല്യൂട്ടൻസും മറ്റുള്ള പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസും പിന്നെ ക്ലൗഡ് വാട്ടറിലെ പൊല്യൂട്ടൻസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ മുകളിലത്തെ റിയാക്ഷൻ കാണുന്ന ഈ റിയാക്ഷനും കൂടെ ചേരുമ്പം അവിടെ H2SO4 ഉണ്ടാവും. അത് താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. വെറ്റ് ഡെപ്പോസിറ്റ്, അതായത് മഴേൻ്റെ കൂടെയും വരും, ഡ്രൈ ആയിട്ടും വരും. അങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ എത്തും. മനസ്സിലായോ? ഇങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. ഈ പ്രോബ്ലംസ് വിത്ത് ആസിഡ് റെയിൻ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്. താജ്മഹൽ പ്രധാനമായിട്ടും തകരാൻ തന്നെ കാരണം ഈ പറയുന്ന ആസിഡ് റെയിൻ ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിനെ ബാധിക്കും, പെയിൻസിനെ കൊറോഡ് ചെയ്യും, വെജിറ്റേഷനെ ബാധിക്കും, അസിഡിറ്റി ഉണ്ടാക്കും വാട്ടർ ബോഡീസിലൊക്കെ, നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തും, ഹ്യൂമൻ ഹെൽത്തിനും പ്രശ്നമാണ്. ഓക്കെ, സോ ഇനി പറയുന്നത് സൾഫർ എയർ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡിനൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. സോ ഒരു പൊല്യൂട്ടൻസിൻ്റെ കേസ് പഠിക്കുമ്പം അതിൻ്റെ സോഴ്സസ് പറയുക, അതിൻ്റെ എഫക്റ്റ് പറയുക, അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു പറയുക. സോ സൾഫർ ഡയോക്സൈഡ് എങ്ങനെയൊക്കെയാണ് സോഴ്സസ് എന്നുള്ളത് നമ്മൾ ഇതിന് തൊട്ട് മുൻപും പഠിച്ചു, ഇപ്പോഴും പഠിച്ചു. കോളും ഫ്യൂൽ ഓയിലും അതേപോലെ തന്നെ ഫ്യൂവലിൻ്റെ കമ്പഷൻ വഴിയൊക്കെയാണ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്. വൺ എമംഗ് ദ ഫോംസ് ഓഫ് സൾഫർ ഓക്സൈഡ്സ്. പിന്നെ അതിൻ്റെ ആസിഡ് എയറോസോൾ എന്താണ്, അതൊക്കെ ജസ്റ്റ് നേരത്തെ കാണിച്ച സ്ലൈഡിൽ വളരെ ചെറുത് മാത്രമാണ്. ഇതാണ് കുറച്ച് അധികം ഉള്ളത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടതും. ഞാൻ ഈ റെഡ് മാർക്ക് ഇട്ട് പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഇതിനകത്തുള്ള എല്ലാം പഠിക്കേണ്ട. ഇനി എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പറയുകയാണെങ്കിൽ, ഡു നോട്ട് ക്രിയേറ്റ് SO2. നമ്മളെ മെയിൻ ഓപ്ഷൻ എന്താ? ക്രിയേറ്റ് ചെയ്യാതിരിക്കുക SO2. അതിനെന്ത് ചെയ്താൽ മതി? ഡീസൾഫറൈസ് ദ ഫ്യൂൽ ചെയ്യുക, സൾഫർ ഫ്യൂൽ കുറച്ച് ഉപയോഗിക്കുക. അതല്ലാതെ അതിന് എക്സാമ്പിൾസ്, അതിന് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഓയിൽ സൾഫ്യൂറൈസേഷൻ, കോൾ ക്ലീനിങ് ഒക്കെയാണ്. പിന്നെ നമുക്കിതിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് നല്ല കോൺസെൻട്രേഷനിലേക്ക് പുറത്തേക്ക് തള്ളപ്പെടുമ്പോഴാണ് ഇത് സൾഫർ ഡയോക്സൈഡ് ഒക്കെ ആയിട്ട് മാറുന്നത്. സോ ഇതിനെന്ത് ചെയ്യുക? ഡിസ്പേഴ്സ് ചെയ്യുക, പരത്തി കൊടുക്കുക. അതായത് ഹ്യൂജ് സ്റ്റോക്സ് ഇല്ലേ, അതായത് ഈ ബിൽഡിങ്ങിൽ നിന്ന് പോകുന്ന കുഴലിന് വല്ലാത്ത നീളം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവർക്ക് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള, ചെറുതാവുമ്പോഴാണ് കുറച്ച് സ്ഥലത്തേക്ക് മാത്രം ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. ടോളായിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും.
ഇനി വേറൊരു വഴി എന്ന് വെച്ചാൽ SO2 സ്ക്രബിംഗ് ആണ്. അത് നമുക്ക് എയ്തർ ത്രോ എവേ, നമുക്ക് വലിച്ചെറിയുന്ന രീതിയിൽ വെറ്റ് സ്ക്രബിങ്ങും ഡ്രൈ സ്ക്രബിങ്ങും ചെയ്യാം. റീജനറേറ്റ് തന്നെ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ച് തന്നെ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് വെറ്റ് പ്രോസസ്സും ഉണ്ട് ഡ്രൈ പ്രോസസ്സും ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസുമാണ് ഇപ്പുറത്തെ ടേബിളിൽ. വെറ്റ് സ്ക്രബിങ്ങിൻ്റെ എക്സാമ്പിളാണ് ലൈം സ്റ്റോൺ. ഡ്രൈ സ്ക്രബിങ്ങിൻ്റെ എക്സാമ്പിൾ ലൈം ഇഞ്ചക്ഷൻ, ട്രോണയൊക്കെ. ഇനി വെറ്റ് പ്രോസസ്സ് റീജനറേറ്റീവിൽ വെറ്റ് പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ് അബ്സോർപ്ഷൻ വിത്ത് വാട്ടർ. ഡ്രൈ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ ആക്ടിവേറ്റഡ് കാർബൺ അഡ്സോർപ്ഷൻ. ഇതൊക്കെ പിന്നെ വേറെയും തരത്തിലുള്ള ആ റിമൂവൽസിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് സൾഫർ ഡയോക്സൈഡിനെ കുറിച്ചിട്ടുള്ള ടോട്ടൽ ഒരു ഓവർവ്യൂ മാത്രമാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. So what you should have to do is start writing notes and then submit it in your Google Classroom so that I'll give you attendance. Okay. Thank you.